നിഷീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അച്ചാരി ബൈങ്കൻ മസാല. ഇത് വഴുതിനങ്ങ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ നോർത്ത് ഇന്ത്യൻ കറിയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്ത് അതിൽ ഓൾ സെലക്ട് ചെയ്യാം. അപ്പോൾ റെസിപ്പീസ് ഇടുമ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനു വേണ്ടി ഞാനിപ്പോൾ കുറച്ച് വലിയ വഴുതിനങ്ങ എടുത്തിട്ടുണ്ട്. ഇത് മുറിക്കണം. ഇത് ആദ്യം നടുക്കേ മുറിക്കാം. വഴുതിനങ്ങ എപ്പം മുറിച്ച ഉടനെ വെള്ളത്തിലേക്ക് ഇടണം, അല്ലെങ്കിൽ കളർ മാറും. പിന്നെ ഇങ്ങനെ മുറിക്കാം. ഇതിപ്പോൾ ഈ ഷേപ്പിലുള്ള വഴുതിനങ്ങ ആയതുകൊണ്ട് ഇങ്ങനെ മുറിക്കുന്നത്. പിന്നെ വണ്ണം കുറഞ്ഞിട്ട് നീളത്തിലുള്ളതാണെങ്കിൽ ഏകദേശം ഈ ഷേപ്പിന് മുറിക്കാം. ഇത് ഇനി കഴുകിയെടുത്ത് ഫ്രൈ ചെയ്യണം. വഴുതിനങ്ങ കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി അടുപ്പത്ത് ഒരു പാനിൽ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്ന എണ്ണ ഇപ്പം ചൂടായിട്ടുണ്ട്. ഇനി വഴുതിനങ്ങ ഈ ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വഴുതിനങ്ങ ഒരു സൈഡ് ഫ്രൈ ആകുമ്പോൾ തിരിച്ചിടാം. അധികം ഫ്രൈ ആവണ്ട, ലൈറ്റ് ബ്രൗൺ നിറയാൽ മതി. വഴുതിനങ്ങ രണ്ട് സൈഡും ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ള കഷ്ണം കൂടെ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. വഴുതിനങ്ങ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടി അടുപ്പത്ത് ഒരു പാൻ വെച്ച് തീ കത്തിച്ച് ചൂടാവുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. കടുകെണ്ണ ഉണ്ടെങ്കിൽ കടുകെണ്ണ ഒഴിക്കാം, ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ അല്ലാത്ത ഏതെങ്കിലും എണ്ണ ഒഴിച്ചാലാണ് ഇതിൻ്റെ ശരിയായ ഫ്ലേവർ കിട്ടല്. ഞാനിപ്പം നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒരു സവാള ചെറുതായി മുറിച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചത്, 4 അല്ലി വെളുത്തുള്ളി ചെറുതായി മുറിച്ചത്, ഇതെല്ലാം കൂടെ ഈ എണ്ണയിലേക്ക് ഇടാം. ഇതിനി കുറച്ച് സമയം ഇളക്കി വഴറ്റാം. ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം വേണമെങ്കിൽ മുറിച്ചിട്ടോ ചതച്ചിട്ടോ അരച്ചിട്ടോ അങ്ങനെ വേണമെങ്കിൽ ചേർക്കാം. ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം വാടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 2 തക്കാളി മിക്സിയിൽ അരച്ചെടുത്താണ് ഇത് ചേർക്കാം. നല്ല പഴുത്ത തക്കാളി എടുക്കാം, എന്നാലും നല്ല കളർ ഉണ്ടാവും. ഇനി വീണ്ടും 1-2 മിനിറ്റ് ഇളക്കി വഴറ്റാം. തക്കാളിയുടെ കളറ് മാറി തുടങ്ങി ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ തീ ഏറ്റവും കുറച്ച് വെച്ച് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ അച്ചാരി മസാല പൗഡർ ചേർക്കാം. ഇതിൻ്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇത് ഇളക്കി വഴറ്റാം. ഈ അച്ചാരി മസാല പൗഡറിൽ മുളക് പൊടി ചേർത്തയാണ്. അധികം എരിവാണെങ്കിൽ കുറച്ച് എക്സ്ട്രാ മുളക് പൊടി ചേർക്കാം. നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കാം. അതിനുശേഷം ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച വഴുതിനങ്ങ ചേർക്കാം. ഇത് മെല്ലെ ഇളക്കി മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിക്കാം. ഇത് കുറച്ച് തിക്ക് ഗ്രേവിയാണ്, അതുകൊണ്ട് ഗ്രേവിക്ക് വേണ്ടുന്നത്ര വളരെ കുറച്ച് ഒഴിച്ചാൽ മതി. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് തീ ഏറ്റവും കുറച്ച് 2-3 മിനിറ്റ് വേവിച്ചെടുക്കാം.
ഇപ്പോൾ അടച്ചു വെച്ച് 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. അച്ചാരി ബൈങ്കൻ മസാല റെഡിയാണ്. ഇതിനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു വെറൈറ്റി ടേസ്റ്റിലെ കറിയാണ്. ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില വെച്ച് അലങ്കരിക്കാം. ഇത് ദോശേൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും നാനിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്